അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടാണോ ഭക്ഷണം കൊടുക്കാറുള്ളത്? നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു പ്രായം ചെന്ന ഉമ്മയുണ്ട്. ആ ഉമ്മക്ക് പരസഹായമില്ലാതെ എണീക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും കഴിയില്ല. സ്വന്തം മകളുടെ കൂടെയാണ് ആ ഉമ്മ താമസിക്കുന്നത്. ആ ഉമ്മക്ക് ഈ പൊന്നുമകൾ ഭക്ഷണം കൊടുക്കുന്നു. ഉമ്മ പറയുന്നു, എനിക്ക് ഇപ്പോൾ വേണ്ട. പ്രായമായിരിക്കുന്ന ആ ഉമ്മയോട് മകൾ പറയുന്നത്, നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കണം, ഇല്ല എങ്കിൽ വിശന്നു പോകുമെന്ന് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട ഉമ്മാക്ക്, പ്രായം ചെന്ന ഉമ്മയാണ്, ആ ഉമ്മാക്ക് ഈ മകൾ ഭക്ഷണം വാരിക്കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുറക്കെ ചൊല്ലിയിട്ടാണ് ആ ഉമ്മാക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നത്. ഇത് ഞാനിങ്ങനെ മറ്റൊരു റൂമിലിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനിത് കേൾക്കുമ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയുണ്ട്. ഈ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഇത്ര സ്നേഹത്തോടെ ഈ ഉമ്മ ബിസ്മി ചൊല്ലിയിട്ട് ഈ മകൾ ആ ഉമ്മാക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നുണ്ടെങ്കിൽ എത്ര ലാളനയോടെ, എത്ര സന്തോഷത്തോടെ ബിസ്മി ചൊല്ലിയിട്ടായിരിക്കും ആ ഉമ്മ മകൾക്ക് ചെറുപ്പത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവുക എന്ന് ഞാൻ ഒന്ന് ചിന്തിച്ചുപോയി. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയതാണ് ഈ വിഷയം എൻ്റെ പ്രിയപ്പെട്ടവരോടും പറയണമെന്നുള്ളത്. നാം ഒക്കെ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടേ നാം ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവൻ്റെ കൂടെ പിശാചും കൂടെ കഴിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഉമ്മമാർ, നമ്മുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന സമയത്ത് പോലും ആ മുല അവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് അവർക്ക് പാല് കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. ഇനി കുറച്ചൊക്കെ വലുതായി കുഞ്ഞ് ഭക്ഷണം സ്വന്തമായി കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ബിസ്മി ചൊല്ലിയിട്ട് കഴിക്കണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നീ ഭക്ഷണം കഴിക്കണം എന്ന കുഞ്ഞിനെ ചെറുപ്പത്തിലെ പറഞ്ഞു ശീലിച്ചാൽ ആ ഉമ്മ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് കേൾക്കത്തക്ക രീതിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്തോ ഒന്ന് ചൊല്ലേണ്ടതുണ്ട് എന്ന് ആ കുഞ്ഞ് ചെറുപ്പം മുതലേ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ ആ ബിസ്മി പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ മറന്നു പോവുകയില്ല. അതാണ് ഇത്രയും പ്രായമായ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്തും ആ പ്രിയപ്പെട്ട മകൾ, ഈ മകളും നല്ല പ്രായമായ മകളാണ്, ആ മകൾ ഈ ഉമ്മാക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ബിസ്മി ചൊല്ലിയത് എന്നുള്ളതിൻ്റെ രഹസ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ മക്കൾക്ക് ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കുക. അതിൽ നമ്മുടെ മക്കളുടെ ഭക്ഷണത്തിൽ അവർക്കതിലൂടെ ആരോഗ്യം ലഭിക്കുന്നു, അവരുടെ നല്ല ഭക്ഷണം അവർക്ക് ലഭിക്കുന്നു, അതിലൂടെ നല്ല ആരോഗ്യവും അവർക്ക് ലഭിക്കുന്നു, രോഗങ്ങൾ അവരിൽ നിന്ന് കുറഞ്ഞു പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ബിസ്മി ചൊല്ലി നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും ബിസ്മി ചൊല്ലി നമുക്ക് ഭക്ഷണം കഴിക്കാനും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയും വലത് കൈകൊണ്ട് തന്നെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്ത് ശീലിപ്പിക്കുകയും ചെയ്യണം. നല്ല ശീലങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ അറിവിനെ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.
മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.